നെഹ്റു കുടുംബത്തിന്റെ മരുമോന് ലണ്ടനിൽ ബിനാമി സ്വത്തുണ്ട്. വയനാട്ടിലെ MP-യുടെ ഭർത്താവ്. തീർച്ചയായിട്ടും. അപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത ലോകം മുഴുവൻ ഇവര് കുടുംബസ്വത്താക്കി മാറ്റുന്നു എന്ന വാർത്തയാണ്. എന്താണ് കോടതിയിൽ ഇത് സംബന്ധമായ ലഭ്യമായ വിശദാംശങ്ങൾ? റോബർട്ട് വാദ്രയ്ക്ക് ലണ്ടനിൽ ഒരു ബെനാമി സ്വത്തുണ്ട്, ഒരു ആഡംബര ബംഗ്ലാവ്. അത് രാജ്യാന്തര ആയുധ കച്ചവടക്കാരൻ സഞ്ജയ് ഭണ്ഡാരിയുടെ പേരിലാണ് ആ സ്വത്ത് കിടക്കുന്നത്. കാരണം ഇത്തരം ആളുകളൊക്കെ സ്വന്തം പേരിൽ ഉണ്ടാക്കി കഴിഞ്ഞ് ഇതൊക്കെ രേഖയിലൊക്കെ വരും, പലപ്പോഴും പ്രശ്നമാവും. അയാൾക്ക് തന്നെ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും കഴിയാത്തത് ഈ സ്വത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് പത്രികയുടെ കൂടെ കൊടുക്കണമല്ലോ, അതിലുള്ള പ്രയാസങ്ങൾ കൊണ്ടാണ് എന്ന് പലപ്പോഴും വാർത്ത വന്നിട്ടുണ്ട്. അപ്പൊ ഇത് സഞ്ജയ് ഭണ്ഡാരി എന്ന് പറഞ്ഞ രാജ്യാന്തര ആയുധ, അതായത് മുമ്പ് നമ്മൾ ഈ ബാക്ക് ഓപ്സ് എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു കമ്പനി ഉണ്ടായിരുന്നല്ലോ ലണ്ടനിൽ. അതാണല്ലോ ഈ പൗരത്വ കേസുമൊക്കെ വരുന്നത്. അവിടെ കമ്പനി നടത്തുമ്പോൾ അവിടുത്തെ പൗരൻ എന്നുള്ള നിലയ്ക്ക് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ അവിടുത്തെ പൗരൻ എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ഈ ഫ്രാൻസിൽ നിന്നുള്ള മുങ്ങിക്കപ്പലുകൾ സ്കോർപിയൻ, ആ ഇടപാടിൽ ഇടനിലക്കാരനായിരുന്ന സായിപ്പ് ഈ ബാക്ക് ഓപ്സിൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ട്ണറായിരുന്നു. അപ്പോൾ ആ സ്കോർപിയൻ മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് ഒരു മുങ്ങിക്കപ്പലിന് 25,000 കോടി രൂപ വരും. ആലോചിച്ച് നോക്കൂ. അപ്പൊ അതിലുള്ള തീർച്ചയായും അതിൽ കമ്മീഷൻ ഉണ്ടല്ലോ. അപ്പൊ ആ കമ്മീഷനിലെ പങ്കാളിത്തമൊക്കെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. ഇത് ഞാൻ ആ സ്കോർപിയൻ ഇടപാടും രാഹുൽ ഗാന്ധിയുടെ പാർട്ട്ണറിൻ്റെയും കാര്യമൊക്കെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സഞ്ജയ് ഭണ്ഡാരിയും രാജ്യാന്തര ആയുധ കച്ചവടക്കാരനാണല്ലോ, ഇതുപോലത്തെ ഇടനില നിൽക്കുന്നത്. റോബർട്ട് വാദ്രയായിട്ട് ബന്ധവും വരുന്നു. അപ്പോൾ രാജ്യാന്തര ഒരു ആയുധ കച്ചവട കണ്ണികളിൽപ്പെട്ട ആളുകളാണ് ഈ നെഹ്റു കുടുംബത്തിൻ്റെ ആളുകൾ. നേരത്തെ ആലോചിച്ച് നോക്കൂ, ഇറ്റലിയിൽ നിന്നുള്ള ഒറ്റാവിയോ ക്വാട്രോച്ചി ബൊഫോഴ്സ് പീരങ്കിയുടെ ഇടനിലക്കാരനായിരുന്നു. ക്വാട്രോച്ചി സോണിയാഗാന്ധിയായിട്ട് അടുപ്പമുള്ള ആളല്ലേ. അപ്പോൾ ഇത് ലണ്ടനിലെ ഈ ആഡംബര ബംഗ്ലാവ് അവിടുത്തെ ബ്രയാൻസ്റ്റൺ സ്ക്വയറിലാണ് ഉള്ളത് എന്ന് ആര് പറയുന്നു? ED കോടതിയിൽ സപ്ലിമെൻ്ററി കംപ്ലൈൻറ്റ് ശനിയാഴ്ച കൊടുത്തു. സപ്ലിമെൻ്ററി കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ സപ്ലിമെൻ്ററി കുറ്റപത്രം. EDയിലുമൊക്കെ ഈ കംപ്ലൈൻറ്റ് എന്നാണ് ഇനി പറയാ, സപ്ലിമെൻ്ററി കുറ്റപത്രം എന്ന് നമുക്കിനി പറയാം. അപ്പോൾ അനുബന്ധ കുറ്റപത്രത്തിലാണ് ഇത് ബെനാമി സ്വത്താണ്. സഞ്ജയ് ഭണ്ഡാരിക്ക് അവിടെ ഈ ക്രൈം പ്രൊസീഡ്സ്, ക്രിമിനൽ കുറ്റം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് ഇത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇയാളൊരു വാദ്ര ക്രിമിനൽ കുറ്റം നടത്തി അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് വാങ്ങിച്ചതാണ്, പക്ഷെ ബെനാമി സ്വത്താണ് എന്നാണ് ഈ അനുബന്ധ കുറ്റപത്രത്തിൽ പറയുന്നത്. ഇതിൻ്റെ വില 1.9 മില്യൺ പൗണ്ട്സ്, അതായത് നമ്മുടെ കറൻസിക്ക് 22 കോടി രൂപ വരും. അപ്പോൾ ഭണ്ഡാരിയുടെ പേരിലും CC തമ്പിയുടെ പേരിലുമൊക്കെ ഇതിൻ്റെ ഉടമസ്ഥാവകാശം മാറിക്കൊണ്ടിരിക്കുന്നും ED അനുബന്ധ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ സ്വത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് വാദ്ര തന്നെയാണ്. CC തമ്പി ആരാണെന്ന് മാഷിനറിയാമോ? മലയാളിയാ. CC തമ്പിയെ പലതവണ ED വിളിച്ച് ചോദ്യം ചെയ്യുകയും തമ്പി വേർക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. ഇയാൾ തൃശ്ശൂരിൽ കുന്നംകുളംകാരനാണ്, ഗൾഫിലാണ് ഇയാൾക്ക് ഈ ഓയിൽ റിഫൈനിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂരിലുണ്ട് ഇയാളുടെ ഉടമസ്ഥതയിൽ. ഇയാളെ പറ്റി ഞാൻ വളരെ വർഷങ്ങളായിട്ട് വായിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ചെറിയ തോതിലൊക്കെ തുടങ്ങി ഈ ഉൾക്കടലിൽ കൊണ്ടുപോയിട്ടേ ഈ മദ്യം വാറ്റിയിട്ട് നിറമൊക്കെ ചേർത്തിട്ട് ജോണി വാക്കർ സ്കോച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വിറ്റ് അതെ, ഇങ്ങനെ ഒക്കെ ആളുകൾ ഇയാളെ ആദ്യകാലം മുതൽ അറിയുന്ന ആളുകൾ, ഇത് ഞാൻ പണ്ട് എഴുതുന്ന കാലത്ത് ഗൾഫിൽ നിന്നൊക്കെ ഇയാളെ നന്നായിട്ട് അറിയാവുന്ന ആളുകളൊക്കെ വിളിച്ച് പറയുമായിരുന്നു. CC തമ്പി വാദ്രയുടെ പ്രധാനപ്പെട്ട ഒരു ബെനാമിയാണ്. അത് EDക്ക് അറിയാം. അപ്പോൾ ED ഈ CC തമ്പിക്ക് ഈ വാദ്രയുമായി ബന്ധപ്പെട്ട് വേറൊരു ഭൂമി ഇടപാട് കേസ് ഉണ്ടല്ലോ, DLF ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഹരിയാന ഷിക്കോപൂരിൽ ഭൂമി,
അവിടെ വാദ്രയുടെ കൂടെ CC തമ്പിയും ഭൂമിയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസംബർ 26-ാം തീയതി, ഈ വരുന്ന ഡിസംബർ 26-ാം തീയതി സ്പെഷ്യൽ PMLA കോടതി ഇത് വാദത്തിന് എടുക്കും. ഈ അനുബന്ധ കുറ്റപത്രത്തെ തുടർന്നുള്ള ഇനി കേസ് അവധി വെച്ചിരിക്കുന്നത് ഡിസംബർ 6-നാണ്. PMLA കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ആണിത്. അപ്പോൾ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് എന്ന് EDയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞാൽ ചാർജ് ഷീറ്റാണ്, കുറ്റപത്രം. അപ്പോൾ കുറ്റപത്രം നേരത്തെ കൊടുത്തതാണ്, ഇത് അനുബന്ധ കുറ്റപത്രത്തിലാണ്. ഇൻകം ടാക്സ് ആദ്യം പിടിച്ചതാണ്, പിന്നെയാണ് ED ഇതിൽ വരുന്നത്. 2015 മുതൽ ഉള്ള അക്കൗണ്ടാണ് എന്ന് പറയുന്നുണ്ട്. 2020 ജൂണിലാണ് ആദ്യത്തെ കുറ്റപത്രം കൊടുക്കുന്നത്. ഈ ബ്രയാൻസ്റ്റണിൽ മാത്രമല്ല, ലണ്ടനിൽ വേറൊരു പ്രോപ്പർട്ടിയും ഉണ്ട്. അതാരുടേതാണെന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. 2 ബംഗ്ലാവുകൾ ലണ്ടനിലുണ്ട്. ഇതിൻ്റെ ഇന്റീരിയർ ഡെക്കറേഷൻ എന്നല്ലേ പറയാ, അകത്ത് അലങ്കാരപ്പണികളൊക്കെ, അതൊക്കെ വാദ്ര തന്നെയാണ് ചെയ്തത്. അയാൾ തന്നെയാണ് അവിടെ താമസിക്കാറുള്ളത് ലണ്ടനിലൊക്കെ പോകുമ്പോൾ. ഈ CC തമ്പി എന്ന് പറഞ്ഞാൽ ചെറുവത്തൂർ ചാക്കുട്ടി തമ്പി, അതാണ് CC തമ്പി. ചെറുവത്തൂർ, തൃശ്ശൂർ ചെറുവത്തൂർ ചാക്കുട്ടി തമ്പി, അയാൾ UAE. പിന്നെ ബ്രിട്ടീഷ് പൗരൻ സുമിത് ചദ്ദ, അയാളും ഈ ഗാങ്ങിൽ പെടുന്ന ഒരാളാണ്. അപ്പോൾ 2023 നവംബറിൽ ചാർജ് കൊടുത്തിട്ടുണ്ട് ഇവരുടെയൊക്കെ പേരിൽ. വാദ്രയുടെ UAEയിൽ വാദ്രയ്ക്കൊരു കമ്പനി ഉണ്ട്, സ്കൈലൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് കമ്പനിയുടെ പേര്. അതിൽ വാദ്ര അല്ലാത്ത ഏക ഓഹരി ഉടമയാണ് CC തമ്പി. UAEയിലെ സ്കൈലൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് വാദ്രയുടെ. അപ്പോൾ UK ഹൈക്കോടതി ഈ കൊല്ലം ഫെബ്രുവരിയിൽ നമ്മൾ ഈ ഭണ്ഡാരിയെ വിട്ട് കിട്ടണം എന്ന് മറ്റേ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ആയുധ വ്യാപാരി സഞ്ജയ് ഭണ്ഡാരിയെ വിട്ട് കിട്ടണം എന്ന് ബ്രിട്ടനോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ബ്രിട്ടനിലെ ഹൈക്കോടതി ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ നമ്മുടെ അപേക്ഷ തള്ളി. ജൂലൈയിൽ ഡൽഹി കോടതി ഇയാളെ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചു, ഭണ്ഡാരിയെ. അപ്പോൾ 2023 കുറ്റപത്രത്തിൽ പ്രിയങ്കയുടെ പേര് പറയുന്നുണ്ട്. വയനാട്ടിലെ മുസ്ലിം ലീഗ് MP ഉണ്ടല്ലോ പ്രിയങ്ക, അപ്പൊ അവരെ പക്ഷെ പ്രതിയാക്കിയിട്ടില്ല, അവരെ പരാമർശിക്കുന്നുണ്ട് കോടതി. അപ്പൊ ഭാവിയിൽ പ്രതിയാകുമോ എന്നുള്ളൊരു സംശയം കിടക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ പ്രിയങ്കയ്ക്ക് ഫരീദാബാദിൽ 40 കനാൽ ഭൂമി ഉണ്ട്. പ്രിയങ്കയ്ക്ക് ഭൂമിയുണ്ട്. ഹരിയാനയിലാണ് ഫരീദാബാദ്, അവർക്കും ഭൂമിയുണ്ട്. 2006 വാങ്ങിയതാണ്. HL പഹ്വ എന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റിൽ നിന്നാണ് ഈ ഭൂമി വാങ്ങിയത്. ഈ പഹ്വയിൽ നിന്നാണ് വാദ്രയും തമ്പിയും ഈ കൃഷിഭൂമി വാങ്ങി പിന്നെ DLFന് മറിച്ചു വിറ്റ് കോടികൾ ഉണ്ടാക്കിയത്. അതാണല്ലോ ആ ഭൂമിയിലെ കേസ്. ആ സമയത്ത് രൺദീപ് സിംഗ് ഹുഡ എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ അവിടെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു. അയാൾ വേണ്ടതിൽ കൂടുതൽ സഹായം ഇവർക്ക് ചെയ്തിട്ടുമൊക്കെ ഉണ്ട്. അങ്ങനെയാണല്ലോ ഹുഡ അവിടെ കുറെ കാലം മുഖ്യമന്ത്രിയായിട്ടും വലിയ നേതാവായിട്ടും പിന്നെ ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാൻ തക്ക ശക്തിയുള്ള നേതാവൊക്കെ ആയിട്ട് ഹരിയാനയിൽ വളർന്നത്. അപ്പോൾ വാദ്രയ്ക്കെതിരെ ഒരു കുറ്റപത്രം ഇങ്ങനെ വന്നു, ബെനാമി സ്വത്ത് ലണ്ടനിലുണ്ട് എന്നൊക്കെ ഉള്ളത്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല, പ്രധാന വാർത്തയല്ല. പക്ഷെ ഇതിപ്പോ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ തണലിൽ വളർന്ന വലിയൊരു റാക്കറ്റിനെ കുറിച്ചുള്ള ഒരു തുമ്പ് മാത്രമാണല്ലോ ഇപ്പോൾ ഈ പുറത്തു വന്നത്. അതിൽ പോലും എത്ര ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. നമ്മുടെ തൃശ്ശൂരിലെ അണ്ണൻ തമ്പി തൊട്ട് ഈ യുകെയിലെ ഭണ്ഡാരി, എന്താണ് ഭണ്ഡാരി വഴി ആലോചിച്ച് നോക്കൂ. ഇന്ത്യ മുഴുവൻ ഇന്ത്യയിലും മാത്രമല്ല, പുറത്ത് UAEയിലും UK-യിലും ഒക്കെയുള്ള യുകെയിലെ ഏറ്റവും പുതിയ ആഡംബര സ്വത്തിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ ഈ പറയണത്. ഇതിൽ കൗതുകം നിറഞ്ഞൊരു വാർത്ത കൂടിയുണ്ട്. ഇപ്പോൾ റോബർട്ട് വാദ്രയുടെ ബിനാമി ആരാണ് എന്ന ചോദ്യത്തിന് ലണ്ടനിലിരിക്കുന്ന ഭണ്ഡാരി മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ വേണമെങ്കിൽ ബിനാമിയാണെന്ന് പറയാവുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ സാക്ഷാൽ വയനാട് MP പ്രിയങ്ക ഗാന്ധി പോലും വധേരയുടെ ബിനാമി കൂടിയാണ്. ഭർത്താവ് മാത്രമല്ല, വധേരയുടെ ഭാര്യ മാത്രമല്ല, ബിനാമി കൂടിയാണെന്നാണല്ലോ. അവരുടെ പേരിൽ വാദ്ര വാങ്ങിക്കൂട്ടിയ സ്വത്ത് പ്രിയങ്ക ഗാന്ധിയുടെ പേരിൽ ഹരിയാനയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ
ഈ ആരാണ് ബിനാമി ആരാണ് കുറ്റപത്രത്തിൽ പരാമർശമുണ്ട്, പ്രതിയാക്കിയിട്ടില്ല എന്ന് മാത്രമേ പ്രതിയാക്കിയിട്ടില്ല. ഉള്ളൂ. അപ്പോൾ അതിന്റെ അർത്ഥം ഇതൊക്കെ യഥാർത്ഥ പ്രതിയിലേക്കൊക്കെ എത്തിച്ചേരുമ്പോഴേ ആരാണ് അഴിമതിക്കാരൻ, ആരാണ് ബിനാമി ആണോ അഴിമതിക്കാരൻ, ഈ തുടങ്ങിയ ഒരുപാട് സങ്കീർണമായ ചോദ്യങ്ങൾ ഈ രാഷ്ട്രീയക്കാരുടെ ചെലവിൽ, പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള പുതിയൊരു അഴിമതിയുടെ ലോകമാണ്. നെഹ്റു കുടുംബത്തിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കാൻ പറ്റാത്ത മാഷെ? തീർച്ചയായിട്ടും ആരോപണങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. എങ്കിൽ തന്നെ ഞാൻ പറയുന്ന ഇത്ര നഗ്നമായ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരാളെ മരുമോനായി സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇടപെടൽ ലോകമാസകലം. പ്രിയങ്ക കഴിഞ്ഞാൽ വയനാട്ടിൽ നിന്ന് MP ആവേണ്ട ആളാണ് വാദ്ര. തീർച്ചയായിട്ടും നമുക്കത് കാത്തിരിക്കാം. എനിക്ക് തോന്നുന്നു ഒരു സമാധാനമുണ്ട്. കോൺഗ്രസ്സുകാരിപ്പോൾ രാഹുൽ ഗാന്ധിയിൽ നിന്ന് പ്രിയങ്കയിലേക്ക് വന്നതുവരെ കേരളത്തിലെ കോൺഗ്രസ് സഹിച്ചിട്ടുണ്ട്. ഇനി അതിലപ്പുറത്തേക്കുള്ള പോക്ക് കോൺഗ്രസിന് സഹിക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. പ്രത്യേകിച്ച് റോബർട്ട് വാദ്ര അവർക്ക് ഒരു കാരണവശാലും സ്വീകാര്യമാകാൻ ഇടയില്ല. ഏതായാലും ഈ സമയത്ത് ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് കോൺഗ്രസ് വലിയ പതനത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് കൂടി ഉപകാരപ്രദമാണ്. അവർ കൂടി ഇത് കാണട്ടെ, ഈ വാർത്തകളൊക്കെ കുറെ കൂടി സൂക്ഷ്മമായിട്ട് അറിയട്ടെ. ഇത് ഡീറ്റെയിൽസ് ആണല്ലോ, നമ്മൾ അവരോട് കൂടിയാണല്ലോ ഇത് പങ്കുവെക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.